ഇതെന്താണെന്നറിയോ? ഞാവൽപ്പഴം അല്ലെ പിഞ്ഞാണിക്ക എന്നൊക്കെ പറയും. പല പേരിലും അറിയപ്പെടും ട്ടോ. പക്ഷെ ഇത് കഴിക്കാത്തവരായിട്ട് അങ്ങനെ ആരും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇത്. ഒരുപാടെന്ന് പറഞ്ഞാ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നമ്മളാദ്യം എന്റെ കല്യാണത്തിന് മുമ്പുള്ളതാണ് ട്ടോ ഞാൻ പറയുന്നത്. നമ്മള് നമ്മളെ നമ്മളെ വീട്ടിന്റെ അടുത്ത് ഇതേമാതിരി ഒരു വീട്ടില് അവർക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വലിയൊരു മരം ഉണ്ടായിട്ടുണ്ട്. ആ മരം നിറച്ചും ഈ സാധനമാണ്. നമ്മള് അന്നേരം പിഞ്ഞാണിക്കാന്ന് പറയും ഇതിനെ. അപ്പൊ ഇത് നിറച്ചുണ്ട്. അപ്പൊ നമ്മള് കുട്ടികളല്ലേ. നമ്മളത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തൊക്കെയെന്നറിയോ? ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വേഗം ഓടും ഈ മരത്തിന്റെ ചുവട്ടില്. അപ്പൊ ഉണ്ടാവും ഈ പഴുത്ത് വിളഞ്ഞു നിൽക്കുന്ന ഈ പിഞ്ഞാണിക്ക് ഇത് കാക്ക ഇങ്ങനെ കൊത്തി കൊത്തി താഴയിലിടും. അപ്പൊ നിറച്ചുണ്ടത്. കുറേ കാക്കകളും അതേമാതിരി കുറേ കുട്ടികളും താഴെ നിറച്ചും കുട്ടികളും ആയിരിക്കും. അങ്ങനെ ഇത് മെല്ലെ അവിടുന്ന് കാക്ക കൊത്തിയിടുന്നതിനനുസരിച്ച് ഒരു പാത്രം കൊണ്ടുപോകും. ആ പാത്രത്തിൽ നിറച്ചും പെറുക്കി കൊണ്ടുവരും. പിന്നെ അതുകൂടാതെ നമ്മളിപ്പം ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും അതും ഉണ്ടാവും. നമ്മള് പൂക്കള് തൊഴുത മാതിരി ഉണ്ടാവും നിറച്ചും താഴേല്. അതും നമ്മൾ ഇതേമാതിരി തന്നെ ഒരു പാത്രം എടുത്ത് കൊണ്ടുവന്നിട്ട് അതെല്ലാം പെറുക്കി കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി നമ്മൾ കഴിക്കലുണ്ട്. ഇപ്പൊ ഇന്നത്തെ അന്തരീക്ഷത്തില് നമ്മള് അതൊന്നും ആരും ഉപയോഗിക്കാറില്ല. കാക്ക കൊത്തിയത് അല്ലെ വേറെ ഒന്നും കൊത്തിയതും. പക്ഷെ നമ്മളൊന്നും അന്ന് ഒരുപാട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് കാക്ക കൊത്തിയത്. എന്തായാലും ആ ഒരു സൂക്കേട് കാര്യങ്ങളൊന്നും അന്ന് കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മള് കാക്ക കൊത്തിയിടുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയാ അത്രയും വലിയ മരത്തിന് മേലെ ആരും ഇങ്ങനെ കയറില്ല. ഒന്നെങ്കിൽ കാറ്റത്ത് അത് വീഴോ അല്ലെങ്കിൽ കാക്ക കൊത്തിയിടലാണ്. അപ്പൊ അതെല്ലാം പെറുക്കി എല്ലാ കുട്ടികളും കുറേ കുട്ടികളുണ്ടാവും. എല്ലാവരും പെറുക്കി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ഇത് കഴുകി കഴിക്കും. അപ്പൊ നല്ല രസമാണിത്. ഇത് ഉപ്പ് ഇങ്ങനെയും കഴിക്കുക. നമ്മൾ ലേശം ഉപ്പ് എടുത്തിട്ട് ആ ഉപ്പിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കുമ്പോഴും നല്ല സ്വാദാണ് ഇത് കഴിക്കാൻ. അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ കഴിച്ച് 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 പിന്നെ നമ്മള് ഒരു കുറേ കഴിച്ചു കഴിഞ്ഞാല് ഒരു മിസ്റ്റേക്ക് വരാനുണ്ട് ഇതിന്. എന്താണെന്നറിയോ? മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് നാക്കിനൊരു വയലറ്റ് കളർ ഉണ്ടാവും. ആ ഒരു കളർ ഉണ്ടാവും. ഞാൻ അപ്പൊ ഇത് കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഇവിടെ എവിടെയെങ്കിലും ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. മോന്റെ അടുത്ത് ബാംഗ്ലൂർ പോയപ്പോ അവിടെ കണ്ടപ്പോ ഞാൻ ഇത് വാങ്ങിച്ചതാണ്. എനിക്ക് ഇത് എവിടെ കാണുമ്പോഴും ആ പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിക് എന്നൊരു ഓർമ്മ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ചെറുതിലെ കൂട്ടുകാരോടൊത്ത് ഇങ്ങനെ പോയിട്ട് അത് പെറുക്കുന്നതും അത് കഴുകി കഴിക്കുന്നതെല്ലാം എന്നും എനിക്കിത് കാണുമ്പോൾ ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവും. അപ്പൊ എനിക്ക് ഇതിനോട് വലിയ ഇഷ്ടമാണ്. ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേഗം കഴിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. ഇത് ബ്ലഡ് വെക്കാന് നല്ല മലശോധനത്തിന് പിന്നെ പല കാര്യങ്ങൾക്കും ഇത് നല്ല ഉത്തമമായ സാധനം. പക്ഷെ ചിലവർ അധികം പേര് കഴിച്ചിട്ടുണ്ടാവും. ചിലവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ലായിരിക്കും. അപ്പൊ അത് നല്ലൊരു ഉത്തമമായ ഒരു സാധനമാണ്. അപ്പൊ ഇത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങി കഴിക്കുക. വീട്ടിലുള്ളവർ അതും ഉപേക്ഷിക്കാതെ നല്ലോണം കഴിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.